നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്ത് നിന്നും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോർത്ത് ടെക്സസിലെ ഒരു ദന്താശുപത്രിയിൽ മദ്യപിച്ച് രോഗികളെ ചികിത്സിക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്ത ഒരു ഡോക്ടറുടെ വാർത്തയാണ് ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നത് പൂർണ്ണ വിശ്വാസത്തോടെയായിരിക്കും. പൂർണ്ണമായും നമ്മുടെ രോഗം മാറും എന്നുള്ള വിശ്വാസമാണത്. അതുപോലെ പലരും ഡോക്ടറെ കാണുന്നത് ദൈവതുല്യനായിട്ടായിരിക്കും. എന്നാൽ ഇത്തരം സംഭവങ്ങൾ മനുഷ്യന്റെ വിശ്വാസം തകർക്കുന്ന തരത്തിലാണ്. എന്താണ് നോർത്ത് ടെക്സസിലെ ദന്താശുപത്രിയിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നോർത്ത് ടെക്സസിലെ ഒരു ദന്താശുപത്രിയിൽ മദ്യപിച്ച് രോഗികളെ ചികിത്സിക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്ത കെല്ലി ബക്ക് എന്ന 36 വയസ്സുകാരിയായ ഡോക്ടർ അറസ്റ്റിലായി. അമേരിക്കയിലെ മെഡിക്കൽ എത്തിക്സിനെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും വിശ്വസിച്ച് ചികിത്സ തേടുന്ന നിരവധി ആളുകൾക്കിടയിൽ ഈ വാർത്ത ഭയം നിറച്ചിട്ടുണ്ട്. ടെക്സസിലെ ഷെർമാനിയിലെ ലോയിഡ് ലേക്ക് റോഡിലുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പോലീസ് ഇവിടെ എത്തുന്നത്. ഡോക്ടർ കെല്ലി ബക്കിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ സഹപ്രവർത്തകർ തന്നെയാണ് അധികൃതരെ വിവരമറിയിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ പ്രൊഫഷണൽ രംഗത്ത് ഇത്തരം വിട്ടുവീഴ്ചകൾ ആരും അനുവദിക്കില്ല എന്നതിന്റെ തെളിവാണിത്. പോലീസ് എത്തിയപ്പോൾ ഡോക്ടർ ലഹരിയിലാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോധ്യപ്പെടുകയായിരുന്നു. ഇവിടെ ഗൗരവകരമായ മറ്റൊരു വശം ഇവർ ഈ ക്ലിനിക്കിലെ സ്ഥിരം ജീവനക്കാരിയല്ല എന്നതാണ്. ഒരു സ്റ്റാഫിംഗ് ഏജൻസി വഴി താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ജോലിക്കെത്തുകയായിരുന്നു കെല്ലി. അമേരിക്കയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ലോക്കം ടെനൻസ് അഥവാ താൽക്കാലിക കരാർ ജോലിക്കാരെ വലിയ തോതിൽ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വരുന്നവരുടെ പശ്ചാത്തലവും ശാരീരിക മാനസിക ആരോഗ്യവും കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഈ സംഭവത്തോടെ ശക്തമാകുകയാണ്. രാവിലെ മുതൽ ഇവർ നിരവധി രോഗികളെ പരിശോധിച്ചതായും ശസ്ത്രക്രിയകൾ നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അനസ്തേഷ്യയും സർജിക്കൽ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ദന്ത ഡോക്ടർ മദ്യലഹരിയിലാവുക എന്നത് രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാര്യമാണ്. നിയമപരമായി നോക്കിയാൽ ടെക്സസ് നിയമപ്രകാരം മദ്യപിച്ച് ശസ്ത്രക്രിയ നടത്തുന്നത് സ്റ്റേറ്റ് ജയിൽ ഫെലനി എന്ന ഗൗരവകരമായ കുറ്റകൃത്യമാണ്. ഇതിന് കനത്ത പിഴയും തടവു ശിക്ഷയും ലഭിക്കാം. നിലവിൽ ഇവരെ ഗ്രേസൺ കൗണ്ടി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടികളിലേക്ക് ടെക്സസ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഡെന്റൽ എക്സാമിനേഷൻസ് നീങ്ങുകയാണെന്നാണ് സൂചന. അമേരിക്കയിൽ മികച്ച നിലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളി ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഉണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്താണ് നമ്മുടെ ഈ സമൂഹം ഇവിടെ വിശ്വസ്തത നേടിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആരോഗ്യ മേഖലയോടുള്ള പൊതുജനങ്ങളുടെ വിശ്വസ്തതയെ ബാധിക്കാനിടയുണ്ട്. ഒരു പ്രവാസി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം എത്ര വേഗത്തിലാണ് പ്രതികരിക്കുന്നത് എന്നതാണ്. സഹപ്രവർത്തകർ തന്നെ പരാതി നൽകിയതും പോലീസ് ഉടൻ നടപടിയെടുത്തതും ഇവിടുത്തെ സുരക്ഷാ കവചത്തിന്റെ കരുത്താണ് കാണിക്കുന്നത്. ചികിത്സ തേടുമ്പോൾ ഡോക്ടർമാരുടെ പ്രൊഫഷണലിസം ഉറപ്പുവരുത്താൻ രോഗികൾക്കും അവകാശമുണ്ടെന്ന ബോധ്യം നമുക്കും ആവശ്യമാണ്. ഡോക്ടറുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.